അന്വേഷിച്ച് വന്നപ്പോൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുൾജെറ്റിന്റെ ആക്സിഡന്റിന്റെ കേസ് ഇപ്പം ന്യൂസ് ചാനലാണ് ഇപ്പൊ ഈ നമ്മുടെ ഈ ന്യൂസിൽ ഇപ്പൊ ഈ ഫോണൊന്നും യൂസ് ചെയ്യാത്തവര് ന്യൂസ് ചാനൽ കേൾക്കുമ്പോൾ അത് തൊടാതെ ഇറക്കാറുണ്ട്. അപ്പോ ന്യൂസ് ചാനലിനെയും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവർക്കും കണ്ടന്റ് മുഖ്യം ബിഗിലെ ഒത്തിരി മസാലയൊക്കെ കൂട്ടി ഇട്ടാലേ ആൾക്കാരൊന്ന് കേൾക്കൂ. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളൊക്കെ വരുന്നതും അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവൊക്കെ ഉള്ളതും അല്ലെങ്കിൽ കുറച്ച് വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ച ആൾക്കാരെ പറ്റിയിട്ടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലേ. അപ്പം ഈ ബുൾജെറ്റിന്റെ ആക്സിഡന്റിന്റെ കേസ് 24 ചാനല് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കുറച്ച് ചോദ്യം ഈ ചാനലിനോട് അത്യാവശ്യം കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനലാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഐ എം സോറി ഫോർ ദാറ്റ്. ഇനി അങ്ങനെ ഞാൻ തെറ്റിദ്ധരിക്കില്ല. ഓക്കെ. അപ്പം അവര് പറയുന്നുണ്ട്, അവര് ആ ഒരു വ്ളോഗ് കാണിക്കുന്നു, അതിനുശേഷം ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നു, അമിതമായ വേഗതയാണെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതിൽ മിസ്സായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വിഴുങ്ങിയതാണോ എന്തോ അറിയത്തില്ല, നമ്മളത് പറയാം. അവര് വീഡിയോ ലൈക്ക് പുൾ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞു. അവർ ലൈവാണ് പുൾ ഡൗൺ ചെയ്തിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ പോസ്റ്റ് ചെയ്ത വ്ളോഗ് 2 ദിവസം മുമ്പുള്ള വ്ളോഗിന്റെ എഡിറ്റഡ് പോർഷനാണ് നമ്മളിലോട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി പോർഷൻ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? ആക്ച്വലി ഇതിൽ ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം ഒരു പട്ടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി വട്ടം ചാടുകയും അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സേവ് ആക്കാൻ വേണ്ടിയിട്ട് മാറിപ്പോയി. അങ്ങനെ സ്കിഡായി, മഴയൊക്കെ അല്ലേ, സ്കിഡായപ്പോ വേറെ വണ്ടി വന്ന് ഇടിക്കുകയും കാര്യങ്ങളാണ് ചെയ്തത്. ഈ വക കാര്യങ്ങളൊന്നും ന്യൂസിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? 24 ചാനലായിട്ട് ഈ ബുൾജെറ്റിന് ഉണ്ടായ ഒരു ഒരസൽ, ആ ഒരു ബെസ്റ്റ് ഇൻഫ്ലുവൻസറിന്റെ സംഭവം തിരിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടോ എന്തോ ആവാം. അപ്പം ജനങ്ങളിലോട്ട് എത്തിക്കുന്ന ന്യൂസ് ത്രൂ കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ഈ ന്യൂസ് ചാനൽസ് തന്നെ അവരുടെ പേജിന് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കഥ പറഞ്ഞ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. FBയിലും ഒക്കെ വന്നിരിക്കുന്ന കമന്റ്സ് ഒക്കെ വൻ ശോകമാണ്. അപ്പോൾ ലൈക്ക് ഇതില് വ്ളോഗ് ചെയ്ത് ഉറങ്ങാതെ അമിത വേഗത്തിൽ ഓടിച്ചു കുന്തളിപ്പ് കാരണം അവര് കൊണ്ടുപോയി വണ്ടി ഇടിപ്പിച്ചു, അതിന്റെ പേരിൽ ഇനി കേരളം കത്തിക്കുമോ എന്നുള്ള രീതിയിലുള്ള കഥയായി. ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചത്? പട്ടി വട്ടം ചാടിയപ്പോ സ്ലിപ്പായിട്ട് ചെന്ന് ഇടിച്ചതാണ്. ഇത് ആർക്കും പറ്റാവുന്ന ഒരു സംഭവമാണല്ലേ. ആൻഡ് അവരുടെ ആ ഉറക്കത്തിന്റെ വീഡിയോ മെയിൻ ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എന്നത്തെ വീഡിയോ ആണ്? അപ്പോ 24 ചാനൽ അപ്പം ഒരു റെപ്യൂട്ടഡ് ചാനലാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഈ ഒരു കേസില് ചാനലിനെ വിശ്വസിക്കേണ്ട. ചാനൽ ഇവിടെ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇനിയും മുന്നോട്ട് ഈവൻ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നവരൊക്കെ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ അറഞ്ചം പൊറഞ്ചം അന്വേഷിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്. സോ അവരുടെ പട്ടിവട്ടം ചാടിയത് അവരുടെ കുഴപ്പം കൊണ്ടല്ലോ. നമ്മളാണെങ്കിലും നമ്മളൊന്ന് ഒതുക്കാൻ നോക്കില്ലേ? അതിപ്പോ മൃഗങ്ങളോടുള്ള ഒരു ഇത് തെറ്റിക്കാൻ നോക്കും. അത് തന്നെ അവര് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അവരുടെ കുന്തളിപ്പോണ്ട് സംഭവിച്ചതല്ല. അപ്പൊ 24 ചാനൽ മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത്തിരി മനസാക്ഷിയും കൂടി ആലോചിച്ചിട്ട് ആഡ് ചെയ്യുക, അല്ലാതെ അവരോടുള്ളൊരു പക അല്ലെങ്കിൽ അവരോടുള്ളൊരു ഒരസൽ ഈ രീതിയിലല്ല കാണിക്കേണ്ടത്. അപ്പൊ 24 ചാനലിൽ വന്ന ഈ ന്യൂസ്, അതായത് ഇങ്ങനെ ഉറക്കം കൂടി അമിത വേഗത്തിലാണ് വണ്ടി ഇടിച്ചെന്നുള്ള ഈ ന്യൂസ് തെറ്റാണ്. ഡോണ്ട് സ്പ്രെഡ് ഫേക്ക് ന്യൂസ്.